ചോദ്യം ഇങ്ങനെയാണ്: 16 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരത്തിനുള്ളിൽ കൊള്ളാവുന്ന ഏറ്റവും വലിയ വൃത്തത്തിന്റെ പരപ്പളവ് എത്ര എന്നാണ്. ശരി, അപ്പൊ 16 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരം. അപ്പൊ ഞാനിവിടെ ഒരു സമചതുരം വരച്ചു. സമചതുരമാണ്. ഇതിനകത്ത് കൊള്ളാവുന്ന ഏറ്റവും വലിയ വൃത്തം. ഏറ്റവും വലിയ വൃത്തം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമല്ലോ, ഇതല്ലേ? ഈ വൃത്തത്തിന്റെ പരപ്പളവ്, ഈ സമചതുരത്തിനുള്ളിൽ കൊള്ളാവുന്ന ഈ ഒരു വൃത്തത്തിന്റെ പരപ്പളവാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ചുറ്റളവ് 16 സെന്റിമീറ്റർ ആണ്. ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് 16 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഓരോ വശവും എത്ര വീതമായിരിക്കണം? 4 സെന്റിമീറ്റർ വീതമല്ലേ? ഇത്രയും 4 ആണെങ്കിൽ ഇത്രയും 4 തന്നെയല്ലേ? ഇത്രയും 4 തന്നെയല്ലേ? ഈ 4 എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തത്തിന്റെ വ്യാസമാണ്, ഡയമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ വൃത്തത്തിന്റെ ആരം എന്ന് പറഞ്ഞാൽ ഈ 4ന്റെ പകുതി 2 സെന്റിമീറ്റർ ആയിരിക്കും. 2 സെന്റിമീറ്റർ ആരമുള്ള വൃത്തത്തിന്റെ പരപ്പളവ് നമുക്കറിയാം. വൃത്തത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ എന്നാണ്. 3.14 ഇൻറ്റു ഇവിടത്തെ ആർ എന്ന് പറഞ്ഞാൽ 2 അല്ലേ? 2ന്റെ സ്ക്വയർ 4. 4 ഇൻറ്റു 3.14 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 12.56 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയാം. നമ്മുടെ ആൻസർ 12.56 സെന്റിമീറ്റർ സ്ക്വയർ.